നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് പപ്പിമോളുടെ ചേച്ചിയമ്മയാണോ? അതെ. സത്യമോളുടെ അമ്മ? അതെ. എന്റെ പേര് രാജേന്ദ്രൻ എന്നാ. ഞാൻ കാർത്തികയുടെ അച്ഛനാ. വിഷ്ണുച്ചനെ രക്ഷിക്കണേ. കാർത്തികാന്റിയെ ഒഴിവാക്കി ചേച്ചിയമ്മയെ കൊണ്ടുവരണേ. ഈ കല്യാണം ഒന്നും മുടക്കി തരണേ. രക്ഷിക്കണേ കണ്ണാ. ഒന്ന് വേഗം പാടി. അതെ. എന്താ? നീ എന്തോ പറയാമെന്നല്ലോ. അതെ. പറ, എന്താ നിനക്ക് അറിയേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടാണോ? നമ്മൾ എന്നേക്കോ ഈ നാട് വിട്ടു പോവാ? അതെ. അവിടെ എന്തെങ്കിലും ഒരു പണി തരപ്പെടുത്തി കിട്ടിയാ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും. കൂട്ടത്തിൽ കുട്ടികളും പ്രാരാബ്ദമില്ലാത്തവർക്ക് എവിടെ നിന്നാലും എന്താടി? പിന്നെ ഉണ്ടായിരുന്നത് തലരിഞ്ഞു പോയെന്ന് വെച്ച് മരിക്കുന്നവരെ ജീവിക്കണ്ടേ? സ്വസ്ഥത. അതിനുവേണ്ടിയാണല്ലോ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത്. അതെവിടെ കിട്ടുന്നോ അവിടെ നിൽക്കും. അതല്ല, നല്ല ബുദ്ധി തോന്നി നമ്മുടെ കൊച്ചെങ്ങാനും തിരിച്ചു വന്നാ? നമ്മളില്ലാത്തോണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെടും. എന്റെ കൺമുമ്പിലെങ്ങാനും അവള് വന്ന് പെട്ടാൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടൂല, വല്ല കടുകയും ഞാൻ ചെയ്തു കളയും. നല്ല ബുദ്ധി. അതവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ നമ്മളോട് ഇങ്ങനെ കാണിക്കൂ? ഇനി നമുക്ക് 2 മക്കളില്ല, ഒരേ ഒരു മോൻ മാത്രം. അവന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതെ. എന്താ? നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അവരെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇനി അവിടെ ചെന്നിട്ട് അവരെങ്ങാൻ വീടും പൂട്ടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതുമായി. അത് പറഞ്ഞില്ല. അതെവിടെ പോയി? നിങ്ങൾ എന്തോ ഈ തപ്പുന്നേ? എടി, നീ എന്റെ ഫോൺ എടുത്തായിരുന്നോ? പിന്നെ എനിക്ക് അതിനല്ലേ നേരം. നിങ്ങൾ ആ ബാഗിൽ ഒന്ന് ശരിക്കും നോക്ക്, എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. ഇല്ല, ഞാൻ ആ ചാർജ് ഫുള്ളാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. വാടി, ഈ ഓട്ടോയെ പോയി എടുത്തോണ്ട് വരാം. വാ. ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഓട്ടം തന്നെ ഓട്ടം. നീങ്ങിയിരിക്കാം. തിരിച്ചു വിട്ടോ ആ വഴി. അതെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ താക്കോല് ഞാൻ. ഇതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരൂ. എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചാല് 100 വട്ടം നടത്തിക്കും. ആര് നടത്തിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഫോൺ അകത്ത് വെച്ചിട്ട് പോവാൻ ഞാൻ പറഞ്ഞോ? ദേ, നീ മിണ്ടരുത്. നിന്റെ മകൾ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. നാടും വീടും വിട്ട് ഓടാന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ലല്ലോ ഈശ്വര. ആ താക്കോല് ഞാൻ നീ എടുക്ക്. ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. എനിക്ക് വയ്യ ഇങ്ങനെ വഴി നീള ചീത്ത കേൾക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനും. എന്റെ പേര് പപ്പിമോളെന്നാ. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ മെസ്സേജ് ഇടുന്നേ. ആ പിന്നെ കാർത്തിയാന്റി ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ.
എന്റെ വിഷ്ണുച്ചനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ കാർത്തികാന്റി ഇവിടെ വന്ന് നിക്കുന്നേ. പക്ഷെ വിഷ്ണുച്ചന് കാർത്തികാന്റി ഇഷ്ടമല്ല. വിഷ്ണുച്ചന് ഇഷ്ടം സത്യയുടെ അമ്മയാ, എന്റെ ചേച്ചിയമ്മേ. സത്യയുടെ അമ്മ പാവാ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെന്നാ പപ്പിമോളുടെ ആഗ്രഹം. കാർത്തികാന്റി ഇവിടെ നിന്നാ ഒന്നും നടക്കില്ല. കാർത്തികാന്റിയുടെ അച്ഛൻ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കാർത്തികാന്റിയെ കൂട്ടിക്കൊണ്ടു പോണം. കൂട്ടിക്കൊണ്ടു പോവോ? സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. വരില്ലേ? വരണേ. കേട്ടില്ലേ ആ കുഞ്ഞു പറഞ്ഞത്? നിന്റെ മോൾ ആരുടെയോ കുടുംബം കലക്കാനായിട്ട് ഏതോ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന്. ആ കൊച്ചു ആരുടെ ഫോൺ നമ്പർ അയച്ചെന്നല്ലേ പറഞ്ഞത്? നോക്കി നിൽക്കാതെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കും മനുഷ്യ. കാർത്തിക അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് സത്യമാണോ അല്ലെന്ന് നോക്കാലോ. ആ നമ്പറിലേക്കൊന്ന് വിളിക്കുന്നേ. ഇതിപ്പോ ആ നമ്പറിൽ നിന്നാ. ഹലോ ഹലോ, ഇത് പപ്പിമോളുടെ ചേച്ചി അമ്മയാണോ? അതെ സത്യമോളുടെ അമ്മ? അതെ. എന്റെ പേര് രാജേന്ദ്രൻ എന്നാ. ഞാൻ കാർത്തികയുടെ അച്ഛനാ. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത് അത് പറയൂ. ഞാൻ എന്റെ വീട്ടിലുണ്ട്. അല്ല, ഞങ്ങളിപ്പോ അവിടുന്ന് പോന്നേ ഉള്ളൂ. ദേവി, ഇത് നിങ്ങൾ എങ്ങോട്ടും പോയി കളയരുത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. രാമേട്ടാ, നമുക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോവാം. കാർത്തികയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. ആ എന്താ അവര് പറഞ്ഞേ? അവരിങ്ങോട്ട് വരാന്ന്. ദൈവമേ, ഇനി എന്തൊക്കെ പുലിവാല വരാൻ പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.